അങ്ങനെ ഈ മുത്തശ്ശിയാണെങ്കിൽ എന്നും അവരുടെ പേരക്കുട്ടിയുടെ മുഖത്ത് ഒരു തരം ചായം പുരട്ടി അവളുടെ ബർത്ത് മാർക്കായിട്ട് നിലനിർത്തും. എന്നിട്ട് അവളോട് അത് കഴുകി കളയരുതെന്നും ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഈ പെൺകുട്ടി വളർന്നു വലുതാവുമ്പോൾ പോലും അവളുടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ ഒരു ചായം അവളുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അവൾക്ക് അതിനനുസരിച്ച് വിഷമവുമുണ്ട്. ഈ ഒരു മോശപ്പെട്ട ചായ മുഖത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവളെ പിടിച്ച് കുട്ടികൾ ആരും അടുത്ത് കൂടിയിരുന്നില്ല. അതേപോലെ തന്നെ നല്ലതുപോലെ മേക്കപ്പ് ചെയ്യാനോ ഡ്രസ് ചെയ്യാനോ ഒന്നും അവൾക്ക് കോൺഫിഡൻസും ഇല്ലായിരുന്നു. അങ്ങനെ അവൾ ദിനം പ്രതി ഈ ഒരു കാര്യത്തെ പറ്റി അവളുടെ മുത്തശ്ശിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവർക്കത് പറയുന്നതിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഇവളുടെ കുഞ്ഞിലെ ഈ ഒരു കോടീശ്വരനായ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഇവൾക്കൊക്കെ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. അതിൽ അവളുടെ അമ്മ മരണപ്പെടുകയും അച്ഛൻ കോമയിലും അതേപോലെ തന്നെ ഇവളുടെ സംസാര ശേഷിയും നഷ്ടപ്പെടുന്നു. പക്ഷെ അവളുടെ ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ അയാളുടെ മകനിക്കുമെന്ന വിപത്തിന് കാരണം ഈ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വഴക്ക് പറയുന്നു. മാത്രമല്ല അയാളുടെ മകന്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഈ ഒരു പെൺകുട്ടി അയാളെ റോഡിൽ ഉപേക്ഷിക്കുന്നു. പക്ഷെ ഇതൊക്കെ അറിയാവുന്ന അവളുടെ മുത്തശ്ശി അവരുടെ പിറകെ തന്നെ വന്ന് അവളെ കണ്ടെത്തുന്നു. എന്നിട്ട് അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവളെ രക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ ഒരു ഫേക്ക് ബർത്ത് മാർക്ക് ഉണ്ടാക്കിയിട്ട് ആ കുട്ടിയെ അഡോപ്റ്റ് ചെയ്താണെന്ന് പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ക്രമേണ ആ പെൺകുട്ടി ആ വീട്ടിലെ സെർവന്റ് ആയിട്ട് തന്നെ വളരും.